ഹായ് ഹലോ ഗായ്സ്, എല്ലാവർക്കും ടീ ഫുഡ് ആൻഡ് വ്ളോഗിലേക്ക് സ്വാഗതം. ഗായ്സ്, അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ ശ്രീനാരായണ ഷൺമുഖ ക്ഷേത്രം കോളേരി അമ്പലത്തിലാണ്. കമലൊന്ന് കാണാം. അമ്പലത്തിന്റെ തൊട്ട് ഫ്രണ്ടിലാണ് അമ്പലം. നല്ല രസത്തില് അപ്പൊ നമ്മുടെ മണ്ഡലകാലം അവസാനിക്കുകയാണ്. അപ്പൊ നമ്മുടെ 41 അപ്പൊ ഈ 41 ദിവസവും നമ്മുടെ അമ്പലത്തിൽ നമ്മളാണ് ഭജന നടത്തിയത്. അപ്പൊ ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. ചെറിയ വിഷമമൊക്കെ ഉണ്ട്. ഇനി നാളെ മുതൽ ഇങ്ങോട്ട് വരാൻ പറ്റുന്ന വിഷമമുണ്ട്. അതെ, ഇപ്പൊ ഭജന കഴിയാൻ പോലെ. അപ്പൊ ശരണം വിളി അവിടെ തുടങ്ങിയിട്ടുണ്ട് ഗായ്സ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ അമ്പലത്തിൽ പോയിട്ട് നമുക്ക് തൊഴാം. ലെറ്റ്സ് ഗോ ഗായ്സ്. അങ്ങനെ നമ്മൾ അമ്പലത്തിന്റെ ഉള്ളിലേക്ക് ഇതേ കയറി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെ നമ്മുടെ അയ്യപ്പസ്വാമീൻ്റെ അടുത്ത് ശരണം വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, കണ്ടില്ലേ? അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളും അമ്പലത്തിൽ കയറി പ്രാർത്ഥിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് അമ്പലത്തിലേക്ക് കയറി പ്രാർത്ഥിക്കാം. അപ്പം ഒരുപാട് ജനങ്ങൾ വരുന്നുണ്ട് അമ്പലത്തിലേക്ക്, ഇഷ്ടംപോലെ ജനങ്ങൾ വരുന്നുണ്ട്. പിന്നെ പൊതുവേ നമ്മുടെ 41 നമ്മുടെ ശ്രീനാരായണ ഷൺമുഖ ക്ഷേത്രത്തിൽ, നമ്മുടെ കോളേരി അമ്പലത്തിൽ ഒരുപാട് ആൾക്കാർ, ശരിക്കും ഉത്സവത്തിന് സാമ്യമായിട്ടാണ് നമ്മുടെ 41 ആൾക്കാരുണ്ടാവുന്നത്. അപ്പോൾ നമുക്കിനി നേരെ എന്ത് ചെയ്യാം, നമ്മുടെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് നമുക്കിനി പ്രാർത്ഥിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമീൻ്റെ അടുത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ വിളക്കും കൊണ്ടൊക്കെ ഇത് അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ? അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആലോചിക്കാം അല്ലേ, എന്ത് രസമായിരിക്കും 41 അമ്പലം കാണാനെന്ന്. അതെ, പക്ഷേ പുറത്തൊന്നും നമ്മുടെ ആൽമരത്തിൻ്റെ ചുവട്ടിലൊന്നും ലൈറ്റ് വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത് ഇടയ്ക്കൊരു ദിവസത്തിൽ, നമ്മുടെ മണ്ഡലകാലത്ത് തന്നെ ഇടയ്ക്കൊരു ദിവസത്തിൽ വെച്ചത് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നതൊന്നും ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, എന്താണെന്നറിയില്ല. അങ്ങനെ നമ്മളിതേ നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ആയിട്ട് നമ്മളിനി ഗണപതിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ നമ്മുടെ അയ്യപ്പസ്വാമീൻ്റെ അടുത്ത്, ഗുരുദേവൻ്റെ അടുത്ത്, നമ്മുടെ ദുർഗാദേവീൻ്റെ അടുത്ത്, അങ്ങനെ ഓരോരുത്തരുടെ അടുത്ത് നമുക്ക് പോയിട്ട് പ്രാർത്ഥിക്കണം. അപ്പം നമ്മുടെ 41 ഇന്നത്തോടെ നമ്മുടെ മണ്ഡലകാലം അവസാനിക്കുകയാണ്. അപ്പം നമ്മൾ 41 ദിവസവും നമ്മളാണ് നമ്മുടെ കോളേരി അമ്പലത്തിൽ ഭജന നടത്തിയത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷവും അഭിമാനവും നമുക്ക് തോന്നുന്നുണ്ട്. അപ്പം ആരില്ലെങ്കിലും ആരുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ കർത്തവ്യം ചെയ്തേ പറ്റുള്ളൂ. 41 ദിവസം മുടങ്ങാതെ ഒന്നും ഞങ്ങൾ ഭജന പാടി. അപ്പം എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നമ്മൾ എന്താ പറയുക, ദൈവത്തിനോട് അടുത്ത് നിൽക്കണം എന്നാണല്ലോ പറയുന്നത്. അതെ, ദൈവം അമ്പലത്തിൽ മാത്രമല്ല ഉള്ളത്. ദൈവം നല്ല മനസ്സുള്ളിടത്ത് ദൈവം തീർച്ചയായിട്ടും ഉണ്ടാകും. പിന്നെ അമ്പലത്തിലൊക്കെ വരിക എന്ന് പറയുന്നത് അത് നമ്മുടെ എന്താ പറയുക, ഒരു റിലാക്സേഷനാണ്. പിന്നെ ഓരോരുത്തർ വിശ്വസിക്കുന്ന പലതരത്തിലാണ്. അമ്പലത്തിൽ വന്നാലാണ് ദൈവം ഉള്ളൂ എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. പക്ഷേ അതിലൊന്നും കാര്യമില്ല. മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവമുണ്ട് ഗൈസ്. അപ്പം നല്ലത് എവിടെയുണ്ടോ അവിടെ ദൈവമുണ്ട്. അപ്പോൾ നമ്മുടെ മനസ്സിലാണ്, നമ്മളാണ് ദൈവം, നമ്മുടെ ഉള്ളിലാണ് ദൈവം, നമ്മൾ ചിന്തിക്കുന്നതാണ് ദൈവം, അതാണ് ദൈവം. അപ്പോൾ നമുക്കിനി ചന്ദനം വാങ്ങിയാലോ ഗൈസ്? അങ്ങനെ നമുക്ക് ചന്ദനം കിട്ടിയിട്ടുണ്ട്. നമുക്ക് ചന്ദനം അമ്മേനെ കൂടി തൊടിപ്പിക്കാം. ഇതേ ഗൈസ്, എല്ലാവരും ഇത് ഒറ്റയ്ക്ക് തൊടുന്ന ബിസിയിലാണ് കേട്ടോ. ഇതേ നമ്മുടെ ചക്കരയ്ക്ക് അവസ്ഥയാണോ? പാവം കൊച്ചിന് അവസ്ഥയാണ്. ഇത് പിടിക്കാൻ ഞാൻ തൊടട്ടെ, ഇത് പിടിക്കാൻ ഞാൻ തൊട്ട് കൊടുക്കും. ചക്കരയ്ക്ക് നമ്മൾ തൊടുന്നുണ്ട്. എനിക്ക് തൊട്ട് തരുമോ? എനിക്ക് കാണാൻ പോവാണ്. ഇവിടെ പിടിക്കും. കുങ്കുമം ചെറിയ ചന്ദനം. ഓ, അമ്മ ചന്ദനം തൊട്ട് കഴിഞ്ഞാൽ പിന്നെ ആനയാക്കിയാൽ തൊടുള്ളൂ. നെറ്റി മുഴുവൻ ചന്ദനം. എൻ്റെ ചന്ദനം കണ്ടില്ല, വലിയ ചന്ദനം കണ്ടില്ല. ചന്ദനം എന്തിയേ? ഇനി ബാക്കി ചന്ദനം നമുക്ക് മംഗളൻ്റെ തിന്നാനും കൊടുക്കാം. ഓ ടേസ്റ്റി. അയ്യോ, എന്നാ വലിയത് വേണോ? ഇത് കണ്ടോ എൻ്റെ നെറ്റിയിൽ? എക്സാമ്പിൾ ഇതാണ് ഗൈസ്. അപ്പോൾ ദേ നമ്മുടെ കയ്യിൽ ഇതേ പൂവുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഫ്ലവർ എന്ത് ചെയ്യണം, നമ്മുടെ ചെവീൻ്റെ സൈഡിലും പിടിക്കും. ക്യാമറ പിടിക്കട്ടെ. ചെവീൻ്റെ സൈഡിൽ നമ്മുടെ ഹെയറിലും പിടിക്കും. നമുക്ക് ജ്ഞാനം കിട്ടാൻ വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത് അല്ലേ? ജ്ഞാനം അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന നമ്മുടെ ഫ്ലവേഴ്സ്, പൂജിച്ച ഫ്ലവേഴ്സ് ആണല്ലോ. അപ്പോൾ നമുക്ക് അപ്പോൾ നമുക്ക് നമ്മുടെ ഭദ്രകാളിൻ്റെ അടുത്തേക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകട്ടോ. അപ്പം നമുക്ക് ഇവിടെ നല്ല രസമുണ്ട്.
ഗായ്സ് അങ്ങനെ നമ്മൾ ചുറ്റമ്പലത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മളങ്ങനെ ചന്ദനമൊക്കെ തൊട്ട് കഴിഞ്ഞു ഒരുപാട് ജനങ്ങൾ നമ്മുടെ അമ്പലത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ അടുത്ത് പ്രസിഡന്റ് 41 മുമ്പത്തെ പ്ലാനിങ്ങിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഭജന പാടുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് തിരിഞ്ഞിരുന്ന് പാടണം, അങ്ങോട്ട് തിരിഞ്ഞിരുന്ന് പാടണം, എന്നാലാണ് ജനങ്ങൾക്ക് ശരിക്കും നമ്മളെ കാണാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പ്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ അടുത്ത്. പക്ഷേ ഞങ്ങൾ വന്നപ്പോൾ സത്യം പറഞ്ഞ് ഞെട്ടിപ്പോയി. അതുപോലെ ഒന്നും അല്ലായിരുന്നു. ഞങ്ങൾ സത്യം പറഞ്ഞാൽ സ്തബ്ധരായി പോയിട്ടോ. എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല. ഈ നടക്കാത്ത കാര്യങ്ങൾ വെറുതെ പറഞ്ഞ സമയം കളയുന്നതിനോട് എനിക്ക് തീരെ താല്പര്യമില്ല ഗൈസ്. പിന്നെ എന്തിനാണ് ഇങ്ങനെ പറഞ്ഞത് നമുക്ക് മനസ്സിലാവുന്നില്ല. നമ്മളെ വെറുതെ സന്തോഷിപ്പിക്കാനാണെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ നമ്മളിതേ ഇവിടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആൾക്കാർ വിളക്ക് നടത്തുമ്പോൾ അവർ ഭജൻസ് അവർ ഒരു സംഘത്തിനെ ഏർപ്പാടാക്കും. പക്ഷേ ഈ കുട്ടികൾ ഇവിടെ വന്നിട്ട് ഒന്നും പാടാൻ പോലും അവസരമില്ലാതെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഞങ്ങൾക്ക് പ്രതിസന്ധി ആയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം ആരെയും ഞങ്ങൾ പുതുതായിട്ട് പ്രത്യേകമായിട്ടുള്ള ഒരു ഭജൻസിനെ കലാസമിതിനെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടില്ല. 41 ദിവസവും ഇവിടെ വന്ന് ഈ ഭജൻസ് ഭജന നടത്തിക്കൊണ്ടുള്ള ഈ കുട്ടികൾ തന്നെയാണ് ഇന്നത്തെ ഹൈലൈറ്റ് ആയിട്ട് വരേണ്ടത് എന്നുള്ള ബോധത്തിന്റെ ഭാഗമായിട്ട് അവരെ ഭജന നടത്തുന്നതിന് വേണ്ടിയിട്ട് ഹാർദമായിട്ട് സ്വാഗതം ചെയ്തു. കൈയടിക്കാൻ ആർക്കും കൈ പൊങ്ങുന്നില്ല ഗൈസ്. ആരുടെയും കൈ പൊങ്ങുന്നില്ല കൈയടിക്കാൻ. സാരല്ല, ഞങ്ങൾക്ക് തന്നെ കൈയടിക്കാൻ അറിയാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സ്റ്റാൻഡ് എടുത്തില്ല. ആരുടെയും കൈക്ക് എല്ലില്ല ഗൈസ്. കൈയടിക്കാൻ പോലും ആരുടെയും കൈക്ക് എല്ലില്ല. സാരല്ല, നമുക്ക് നമ്മുടെ കൈക്ക് എല്ലുണ്ട്. പിന്നെ എല്ലാവരുടെയും കൈയടി കിട്ടിയിട്ടുണ്ടെന്ന് നമുക്കൊന്നും നേടാനൊന്നുമില്ല. പിന്നെ ഇവിടെ പറ്റിയൊരു ഡയലോഗ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് പറയുന്നത്: മുറ്റത്തെ മുല്ലയ്ക്ക്. ഇവിടെ ഗൈസ് വിളിച്ചു പറഞ്ഞ പുകഴ്ത്തലുകൾ കേൾക്കുമ്പോൾ ഓർക്കുമ്പോൾ അയ്യോ 41 മുഴുവനും കൂടി നമുക്ക് ഇങ്ങോട്ട് അവരങ്ങ് വിട്ടു തന്നേക്കുവാണ്. എന്തൊരു സ്നേഹപ്രകടനം. ഇനി ഗായ്സ് നിങ്ങൾ ഈ വീഡിയോ ലാസ്റ്റ് വരെ കാണണം. എങ്കിലാണ് ഈ സ്നേഹപ്രകടനം എന്തിനായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. കേൾക്കുമ്പോഴും കാണുമ്പോഴും ഓർക്കും വാവ്, എന്തൊരു സ്നേഹത്തോടെയാണ് നമ്മളെ അവർ സ്വീകരിക്കുന്നത്, സ്വാഗതം ചെയ്തെന്ന് ഓർക്കും. പക്ഷേ ലാസ്റ്റ് വരെ നിങ്ങൾ കാണണം. എങ്കിലാണ് ഈ സ്നേഹപ്രകടനത്തിൻ്റെ ബാക്കിലുള്ള സ്റ്റോറി, അതായത് എന്തായിരുന്നു എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്കൊരു വ്യക്തത കിട്ടുള്ളൂ. ഒരെണ്ണാവാത്ത ഭാഗ്യം ഇല്ലാന്ന് പറയാത്തത് ഏറ്റവും വലിയ ഭാഗ്യം. ഇവിടെ അതിന് ഭയങ്കര ദാരിദ്ര്യമാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ പച്ചയും നമ്മുടെ ചുമപ്പും. എൻ്റെ ഗായ്സേ എന്തൊരു കഷ്ടം നോക്ക്. ഇന്ന് 41 പോലും അമ്പലത്തിൽ മര്യാദയ്ക്ക് ഒരു മൈക്കില്ല. ഇപ്പം ആകെ 2 മൈക്കേ ഉള്ളൂ. സാധാരണ ദിവസങ്ങളിൽ ഇടയ്ക്ക് ഓരോ ടീംസ് വരുമ്പോൾ ഇവർക്ക് 5-6 മൈക്ക് ഇറക്കാം. പക്ഷേ ഇന്ന് 41 നോക്കുക ആകെ 2 മൈക്കുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ആർക്കറിയാം, നമുക്ക് എന്തായാലും പാടാതിരിക്കാൻ പറ്റിയല്ലോ. സൗണ്ട് ഉണ്ടോയെന്നൊന്നും അറിയില്ല. നമുക്ക് നോക്കി നോക്കാം. രാമ രാമ പാഹി മാം മുകുന്ദ രാമ പാഹി മാം. രാമപാദം ചേരണി മുകുന്ദ രാമ പാഹി മാം മുകുന്ദ രാമ പാഹി മാം. രാമ രാമ പാഹി മാം മുകുന്ദ രാമ പാഹി മാം. രാമപാദം ചേരണി മുകുന്ദ രാമ പാഹി മാം മുകുന്ദ രാമ പാഹി മാം. എൻ്റെ ഗായ്സേ ഭജന അവിടെ തുടങ്ങി. മൈക്കിന്റെ ഗതി അതോ ഗതി. നോക്കിക്കേ, ഈ മൈക്ക് വെറുതെ ഡമ്മിയാണ് ഗൈസ്. വെറുതെ കൊണ്ടുവച്ചേക്കുന്ന. അതിന് ഒരു ശബ്ദമല്ല. ഇപ്പം അമ്മ പാടുന്നത് നിങ്ങൾ കേട്ടായിരുന്നല്ലോ. എന്താ ശബ്ദല്ലേ മൈക്കിന്, 1.5 ശബ്ദം തന്നെ അല്ലേ ഗൈസ്. ഭയങ്കര സൗണ്ട് അല്ലേ. ഇതിലും ഭേദം ഗൈസ് മൈക്കില്ലാതെ പാടുന്ന തന്നെയല്ലേ. കണ്ടില്ലേ മൈക്ക് എന്താ ചെയ്യുന്നതെന്ന്. അത് ഡമ്മയാണ് ഗൈസ്. പാടിയിട്ട് എന്താ കാര്യം അതില്. മൈക്കിന് തീരെ ശബ്ദമല്ല ഗൈസ്. അപ്പോൾ ഉള്ള ശബ്ദത്തിൽ നമ്മൾ പാടുകയാണ്. അപ്പോൾ തൊണ്ടയ്ക്ക് ഭയങ്കരമായിട്ടുള്ള സ്ട്രെയിൻ നമുക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. കാരണം ശബ്ദം ഇല്ലാത്തതുകൊണ്ട് തന്നെ. പക്ഷെ നമുക്ക് പാടിയേ പറ്റുള്ളൂ.
ഗായ്സ്, നിങ്ങൾക്ക് പൈങ്കിളിന്റെ ശബ്ദം വല്ലതും കേൾക്കുന്നുണ്ടോ? പൈങ്കിളി പാടുന്ന മൈക്കാണ് ഇപ്പൊ ഡമ്മി ആയിട്ടിരിക്കുന്നത്. മറ്റേതിന് എവിടെയോ ഇച്ചിരി ശബ്ദമുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്ക്, ഇത്രയും ജനങ്ങൾ വന്നിട്ട് മൈക്കിന് ഒച്ചയില്ല. എന്താ പറയേണ്ടത്? എൻ്റെ ഗായ്സ്, സത്യം പറയാലോ, പാടാൻ വരെ വന്നിരിക്കുന്നവരെ സത്യം പറഞ്ഞാൽ ദേഷ്യം പിടിപ്പിച്ച് വിടുന്ന ഒരു സിറ്റുവേഷനാണ് സത്യമായിട്ട് ഇവിടെ ഉണ്ടാവുന്നത്. കാരണം കണ്ടില്ലേ, ഭജന കേൾക്കാനിരിക്കുന്നവർക്ക് വരെ, നിങ്ങൾ അവരെയൊക്കെ മുഖം നോക്കുക, അവർക്കൊക്കെ ഉറക്കം വരുമോ എല്ലാവർക്കും ഇരുന്നിട്ട്? എന്താ അവസ്ഥയാ നോക്ക്. എൻ്റെ ഗായ്സ്, നിങ്ങൾ ഈ മൈക്ക് കാണുന്നുണ്ടോ? അത് ഓൺ ആക്കിയിട്ടാണ് ഇപ്പോൾ ടച്ച് ചെയ്യുന്നത്. എവിടെ സൗണ്ട്? ഇനി ഓഫ് ആക്കിയിട്ടാക്കിയാലും എവിടെ സൗണ്ട്? ഇത് ശരിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പോയ ആളുടെ അഡ്രസ്സ് ഇല്ല കേട്ടോ. അതാ രസമേ. ഒന്ന് ആലോചിച്ച് നോക്ക്. പാടുന്നവർക്ക് അതിൻ്റെ കഷ്ടപ്പാട് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. നമ്മൾ എന്തുമാത്രം എന്നറിയോ തൊണ്ട സ്ട്രെയിൻ ചെയ്യുന്നത് മൈക്കിന് ശബ്ദമില്ലാത്തതുകൊണ്ട്. ഭയങ്കര റിസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര റിസ്ക് തന്നെയാണ്. ഇത് കണ്ടില്ലേ, എല്ലാവരും നമുക്ക് ജനങ്ങളൊക്കെ എഴുന്നേറ്റ് പോയി. അതിൻ്റെ ഇടയ്ക്ക് ഇതേ അവിടെ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് അന്നദാനം ഉണ്ട്. അപ്പോൾ അന്നദാനം അതേ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു കോർഡിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോർഡിനേഷനും ഇല്ല. ഭജനേൻ്റെ ഇടയ്ക്കൊക്കെ ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും ആ വഴിക്ക് അങ്ങനെ അങ്ങ് പോവുകയല്ലേ ഉള്ളൂ. എന്താ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല ഗൈസ്. ഒരു കോർഡിനേഷനും ഇല്ല. സത്യം പറഞ്ഞാൽ ഈ മൈക്കിൻ്റെ കാര്യത്തിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. പാടുമ്പോൾ ശബ്ദം അല്ലെങ്കിൽ ഇതൊക്കെ ഞങ്ങളാണോ ഇതൊക്കെ നോക്കേണ്ടത്? അതോ അമ്പല കമ്മിറ്റിക്കാരോ? ആരാ നോക്കേണ്ടത്? ആയിസ്, അപ്പോൾ നോക്കൊരു വാവ ഭജന കേട്ടിട്ട് ഇന്ന് കൈ കൊട്ടുന്നുണ്ടോ? നല്ല ക്യൂട്ടായിട്ടില്ലേ വാവേനെ കാണാൻ? അപ്പോൾ ഭജനയൊക്കെ ഇട്ടിട്ട് വാവ നോക്കി കൈ കൊട്ടി നമ്മളോട് ചിരിച്ചോണ്ട് നമ്മുടെ ബാക്കിൽ വന്നിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അതുപോലെ നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ മൈക്കിൻ്റെ ഒരു ദേഷ്യത്തിലിരിക്കുന്ന സമയത്തായിരുന്നു വാവ വന്ന് നമ്മളെ സന്തോഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും നമുക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. ഗായ്സ്, ഇപ്പം നമ്മുടെ സ്വന്തം രാജേട്ടനാണ് ഇനി പാടുന്നത്. ഇതേ എല്ലാ ആൾക്കാരും എഴുന്നേറ്റ് പോയി. ആൾക്കാരൊന്നും ഇല്ല, എല്ലാവരും അവരവരുടെ വഴിക്ക് പോയി. പക്ഷെ അമ്പലത്തിലെ ഭാരവാഹികൾക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. എങ്ങനെയെങ്കിലും പേരിന് ഭജന നടത്തുക, അത്ര മാത്രം. 41 പോലും അമ്പലത്തിൽ മൈക്കിലാന്ന് പറയുന്നത് വളരെ കഷ്ടമാണ്. അപ്പം ഇതിൻ്റെ ഇടയ്ക്കുണ്ടായിരുന്ന ഡേയ്സിൽ വരെ മോസ്റ്റ് ആയിട്ടുള്ള മൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് അതിൻ്റെ ദൃശ്യം ഒന്ന് കണ്ടാലോ? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ യുവപ്രതിഭ അവരുടെ ഭജനയൊക്കെ ഇടയ്ക്ക് വെക്കും എന്നല്ലേ. അപ്പോൾ അവരുടെ ഭജന സംഘത്തിനാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ എല്ലാവരുടെയും കയ്യിലിരിക്കുന്ന മൈക്ക് എല്ലാവരും ഒന്ന് എണ്ണിക്കോട്ടെ എത്ര മൈക്കുണ്ടെന്ന്. സത്യം പറഞ്ഞാൽ 41 അന്നല്ലേ ഗായ്സ് ഇങ്ങനെ മൈക്കും കാര്യങ്ങളൊക്കെ വേണ്ടത്. വിശേഷപ്പെട്ട ദിവസങ്ങളിൽ ഇങ്ങനെ വേണ്ടെന്നല്ല, ഓക്കെ. എന്നാൽ പിന്നെ ഇവർക്ക് സത്യം പറഞ്ഞാൽ യുവപ്രതിഭ ഇവരെ ഈ ടീമിനെ തന്നെ ഇന്ന് വിളിച്ച് ഭജന നല്ല രീതിക്ക് നടത്തായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. മൈക്കും ഇല്ല, ഒരു തലയില്ല, മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല. നമ്മൾ വന്നിട്ട് നമ്മളോടൊരു എന്താ പറയുക, സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമമായി. മൈക്ക് പോലില്ല. അതുകൊണ്ടല്ലേ ഇവരുടെയൊക്കെ കയ്യിൽ എല്ലാ ഇൻസ്ട്രുമെൻസിനും മൈക്കുണ്ട്. എല്ലാവരുടെയും കയ്യിൽ നിരത്തിപ്പിടിച്ച് മൈക്കാണുള്ളത് കേട്ടോ. കീബോർഡിനും തബലയ്ക്കും എല്ലാ സാധനങ്ങൾക്കും മൈക്കുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് വിഷമമായിട്ടുണ്ടായിരുന്നു. എന്നിട്ടിപ്പം 41 അവസ്ഥ ഉണ്ടല്ലോ, ഒരു മൈക്കും കൊണ്ട് പാടേണ്ട അവസ്ഥയാണ്. ജനങ്ങളുണ്ടോ നോക്ക്, ജനങ്ങളും ഇല്ല. എല്ലാവരും അവരവരുടെ വഴിക്ക് പോയി ഗൈസ്. എന്താണ് ഇതിനൊക്കെ പറയേണ്ടത്? കളിമീരാക്കുക
ശങ്കര ഗോവിന്ദ. അങ്ങനെ നമ്മളിത് അയ്യപ്പൻ്റെ പാട്ട് എത്തിയിട്ടുണ്ട്. അപ്പം ഇത് എല്ലാവരും പോയി. സത്യം പറഞ്ഞത് ഈ ഇരിക്കുന്ന കുറച്ച് പേര് മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ല കേട്ടോ. എല്ലാവരും പോയി. ഇനിയിപ്പോൾ ദൈവം നമ്മൾ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇതേ മംഗളത്തോടു കൂടി നമ്മളിവിടുത്തെ ഭജന നിർത്തുവാണ്. അങ്ങനെ ഭജന ഇവിടെ ഇതേ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇവിടെ നിന്ന് എഴുന്നേക്കാളേ. എന്നാലും ഒരു കാര്യം പറയാനുണ്ട്. എന്തോ സിബിലേട്ടാ മൈക്കിന് ഒച്ചയില്ലായിരുന്നല്ലോ. ഒരു മൈക്ക് വെറും ഡൗൺ അല്ലായിരുന്നു. ഇന്നല്ലേ മൈക്കിന് ഒച്ച വേണ്ടത്. എല്ലാ ദിവസവും മൈക്കിന് വരുമ്പോ കൊണ്ടുവരാം. അതൊന്നിപ്പോ ജയിക്കുന്നത് എന്താ പറയാ, മൈക്കിന് ഒട്ടും ഒച്ചയില്ല. ഒരു മൈക്കിന് ഒച്ചയില്ല. അതാണ് പ്രശ്നമില്ലായിരുന്നു. ഇത് നോക്കിപ്പോ അതിന് ഒട്ടും എന്തായാലും നമുക്ക് ആൾക്കാർ പാട്ട് കേട്ടല്ലേ മക്കളസിനൊക്കെ പോട്ടെ, അടുത്ത കൊല്ലം കാണാം. പോട്ടെ ചേച്ചി, പോട്ടെ, അടുത്ത കൊല്ലം കാണാം. അതെ അതെ ചേച്ചി പോട്ടെ. എൻ്റെ ഗായ്സേ, കാര്യങ്ങളൊക്കെ നിങ്ങൾ തെളിവ് സഹിതം ഇപ്പോൾ കണ്ടല്ലോ. എന്താണ് അവസ്ഥ, ഏതാണ് അവസ്ഥ. സത്യം പറഞ്ഞാൽ ആരുടെയും വായിലിപ്പം നാക്കില്ല. ഇനിയിപ്പോൾ ഓരോ ന്യായങ്ങൾ കണ്ടുപിടിച്ച് നമ്മളോട് ഇനി പറയാൻ പോകുന്നത് നമുക്ക് കേൾക്കാട്ടോ. എന്താ ഞാൻ പറയേണ്ടതെന്ന് എനിക്ക് കിട്ടുന്നില്ല എൻ്റെ ഗായ്സേ. സത്യം പറഞ്ഞാൽ ഇതിനൊക്കെ എന്താ നമ്മൾ റിപ്ലൈ പറയുന്നത്. 41 അത്രയും വിശേഷപ്പെട്ട ദിനമായിട്ട് അന്ന് ഭജനക്കാർക്ക്, അത് ഞങ്ങളായതുകൊണ്ട് മാത്രം കേട്ടോ, വേറുള്ളവരായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും വലിയ കേമായിരുന്നു. ഞങ്ങളായതുകൊണ്ട് മാത്രം പക്ഷഭേദം, സ്വന്തം നാട്ടിലെ ആൾക്കാരായതുകൊണ്ട്, സ്വന്തം അമ്പലമായതുകൊണ്ട് ഇങ്ങനെ ചെയ്തു ഞങ്ങളോട്. എന്തായാലും പറയേണ്ടെന്നൊരു ഉത്തരവും കിട്ടുന്നില്ല. ആകെ മുഴുവൻ കലിപ്പായിട്ട് നിൽക്കുക. നമ്മള് മൈക്കിൽ നിന്ന് കാറുവാണല്ലോ ചെയ്തത്. നമ്മളാണ് സ്ട്രെയിൻ ചെയ്ത് പാടിയത്. മൈക്ക് നമ്മൾ പുറമെ വന്നത് ഏൽപ്പിച്ച അത് നോക്കണ്ട. വാ നിങ്ങൾ വാ. ഞാനറിയോ നമ്മളെ അമ്പലത്തിൽ നമ്മൾ ഇത് പാടില്ലേ, അത് അവസാന നിമിഷം നമ്മളിങ്ങനെയാണ് പോകേണ്ടത്. പക്ഷേ വാ, ഹലോ മൈക്ക് നമ്മൾ കുഴപ്പമില്ല, കാരണം മൈക്ക് സൗണ്ടുകാരൻ നമ്മൾ പുറമേ നിന്ന് ജയിപ്പിച്ചാൽ. അവരെന്നെയാണല്ലോ. പിന്നെ ഇങ്ങനെ പുറമേ അല്ല പുതിയ ടീംസ് എന്താ പറയുന്നത്, അകമേലെടുക്കുവോ? എൻ്റെ ഗായ്സിൻ്റെ ഇടയ്ക്ക് അടുത്തൊരു പ്രശ്നം എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളവിടെ അമ്പലത്തിലെ ഭാരവാഹികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 41 അന്ന് തീർച്ചയായിട്ടും നമ്മുടെ പേരിൽ വിളക്ക് കഴിപ്പിക്കണം എന്ന്. അപ്പം നമ്മൾ വേണ്ടെന്ന് ഒരുപാട് പ്രാവശ്യം പറഞ്ഞെങ്കിലും നമ്മളെ നിർബന്ധിപ്പിച്ച് നമ്മുടെ പേര് വിളക്കിന് എഴുതിയിട്ട് 41 അന്ന് നമ്മുടെ കൂടി പേരിൽ വിളക്ക് കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പറഞ്ഞു, ഇതിൻ്റെ പൈസ ഒന്നും നമ്മൾ കൊടുക്കണ്ട, അതൊക്കെ അമ്പലം തന്നെ നോക്കിക്കോളും, നിങ്ങളൊന്ന് വന്ന് നിന്ന് തന്നാൽ മാത്രം മതി, വേറെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ പേരും ഡീറ്റെയിൽസും നാളും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയി നമ്മുടെ പേരിൽ വിളക്ക് കഴിപ്പിച്ച പ്രസാദമാണ് നമ്മളിപ്പോൾ ഇതേ ഈ വാങ്ങിക്കൊണ്ട് വരുന്നത് കേട്ടോ. അപ്പം നമ്മളെ കൗണ്ടറിലേക്ക് വിളിച്ചിട്ട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഈ വിളക്ക് കഴിപ്പിച്ചതിൻ്റെ പൈസ എവിടെയും ചോദിച്ചു. അതാരാ ചോദിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൗണ്ടറിലിരിക്കുന്ന ചേച്ചിയാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ, വേറെ ആരും ചോദിച്ചിട്ടില്ല. അവിടെ കൗണ്ടറിലൊരു ചേച്ചിയുണ്ട്, ആ ചേച്ചിയാണ് നമ്മളോട് ഇതിൻ്റെ ക്യാഷ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതെന്ത് പരിപാടിയാണ് കാണിച്ചത്, ഇതെന്താ ആരും ഒന്നും അറിയാതെയാണോ അപ്പം ഞങ്ങളോട് ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നത്, ആർക്കും എന്ത് വേണമെങ്കിലും പറയാമെന്നാണോ, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നതെന്ന് നമുക്ക് സത്യം പറഞ്ഞാൽ ഒന്നും മനസ്സിലാവുന്നില്ല ഗൈസ്.
അങ്ങനെ ഭജനയ്ക്ക് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ അമ്പലത്തിൻ്റെ ഭാരവാഹികളിൽ നിന്ന് ഞങ്ങൾ ഒരിക്കലും ഇത്രയും ഒരു മോശമായ രീതിയിലുള്ള ഒരു അപ്രോച്ച് ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും വളരെ വിഷമമുണ്ട്. കാരണം സ്വന്തം നാട്ടുകാരാണ്, സ്വന്തം നാടാണ്, സ്വന്തം നാട്ടിലെ ആൾക്കാരാണ്. അപ്പോൾ അവർ തന്നെ നമ്മളെ ഒരു വാല്യൂ ഇല്ലാതെ കണ്ടതിൽ നമുക്ക് വളരെ വിഷമാണ് തോന്നുന്നത്, ഭയങ്കര വിഷമാണ് തോന്നുന്നത്. ഞങ്ങൾക്ക് ആരോടും ഒരു ദേഷ്യമില്ല, ഭയങ്കര വിഷമം തോന്നുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് ഓർക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം തോന്നുന്നുണ്ട്. നമ്മളോട് മാത്രം ഇങ്ങനെ പക്ഷഭേദം കാണിക്കുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് മനസ്സിലാവുന്നില്ല. നമ്മുടെ നാട് നന്നാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ഭജന വരെ പാടുന്നത് അല്ലേ? ആ നാടിന് നല്ലത് എപ്പോഴും പുണ്യവും അതുപോലെ തന്നെ എന്നും സമ്പൽ സമൃദ്ധിയും സന്തോഷവും വരാൻ വേണ്ടിയിട്ടാണ് ആ നാട്ടിലെ അമ്പലത്തിൽ പാട്ടുപാടി ആ ദേശം മുഴുവൻ കേട്ട് ആ 41 ദിവസവും നമ്മൾ വ്രതം എടുത്ത് അല്ലേ? അപ്പം അതൊക്കെ മോസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഭക്തിയോടെ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് എന്താ പറയുക, ഭജനയ്ക്ക് വരുന്നവരോടൊക്കെ ഇങ്ങനെ പെരുമാറുക എന്ന് പറയുന്നത് അല്ലേ, ഇത് ചിലപ്പം ഇത് കാണുന്ന ഗായ്സിന് ചിലപ്പം നിങ്ങൾ ഓർക്കുന്നുണ്ടാവാം, ഇതെന്താണ് ഈ കുട്ടി വെറും മൈക്കിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നത്, ഞങ്ങൾ എന്താ അങ്ങനെ പറയുന്നത് എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ആ പൊസിഷനിലിരുന്ന് നിങ്ങൾക്ക് ഇത് ചെയ്താലാണ് ഗായ്സ് നമ്മുടെ വിഷമം എത്രത്തോളാണെന്ന് മനസ്സിലാവുള്ളൂ. അല്ലാതെ ഇത് കാണുന്നവർക്ക് വെറും ഒരു തമാശയായിട്ടാണ് തോന്നുള്ളൂ. അത് ആ രീതിയിലിരുന്ന് അനുഭവിക്കുന്നവർക്ക് മാത്രമാണ് അത് പറഞ്ഞാൽ എന്താ കാര്യം എന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ 41 ദിവസം നമ്മൾ വന്ന് ഭജന പാടി പോവുക എന്ന് പറയുന്നത് ഭയങ്കര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അതിൻ്റെതായ കഷ്ടപ്പാടുകളുണ്ട് അതിൻ്റെ ബാക്കിൽ. ഇവർ ഭജന പാടാൻ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മളൊരു വാല്യൂ ഇല്ല ഇവർക്ക്. വേറെയുള്ള നാട്ടിൽ നിന്നുള്ള ആൾക്കാരാണെന്നെങ്കിൽ അവർക്ക് ഒരുപാട് പൈസയും കൊടുത്ത് അവരെ ആനയിച്ചുകൊണ്ട് വന്ന് അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ എല്ലാവർക്കും കഴിയുന്നതാണ്. പക്ഷേ സ്വന്തം നാട്ടിൽ നിന്നുള്ള ആൾക്കാരായതുകൊണ്ട് ഒരു വാല്യൂവും നമുക്ക് തന്നിട്ടില്ല. അപ്പം ഈ പറയുന്നതിനൊക്കെ എന്താണെന്നറിയോ, നമ്മുടെ വിഷമം കൊണ്ടാണ് പറയുന്നത്. അപ്പം ഇതിനൊക്കെ ഉള്ളത് ആര് ചോദിക്കും? ദൈവം ചോദിക്കും. ഇതിനൊക്കെയുള്ളത് നമ്മുടെ ഷൺമുഖൻ കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന് വിഷമിക്കേണ്ട ഒരു ആവശ്യമില്ല. എങ്കിലും അത് നമ്മളോട് സ്വന്തം നാട്ടുകാരോട് ഇത് ചെയ്തല്ലോ എന്ന് ഓർക്കുമ്പം വളരെ വളരെ വിഷമമുണ്ട്. ഭജന ഇന്നത്തെ നന്നായില്ലെന്ന് ചോദിച്ച അമ്പലത്തിലെ ഭാരവാഹികൾ നമ്മുടെ അടുത്തേക്ക് ഓടി വന്നിട്ടുണ്ടായിരുന്നു. എന്ത് നന്നായില്ലെന്ന് ചോദിച്ചുകൊണ്ട് ഇവരൊക്കെ വരുന്നത്. അപ്പം ഇത്രയും നേരം നടന്ന സംഭവത്തിനെ ന്യായീകരിക്കുന്നത് നമുക്കൊന്ന് കേൾക്കണ്ടേ? അപ്പം അതിന്റെ എവിഡൻസ് ആണ് ഞാൻ ഇനി കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം ഇതാണ് ഞാൻ നിങ്ങളോട് വീഡിയോയിൽ ആദ്യം പറഞ്ഞത്. ഇന്ന് എക്സ്ട്രാ കൊടുത്തിട്ട് ഇന്ന് എക്സ്ട്രാ 7000 കൊടുത്തൊരു ചീത്തയാണ് നിങ്ങൾ കമ്മിറ്റിക്കാർ കേൾക്കുന്നത്. ഓർത്ത് നോക്കി. അപ്പൊ സുബ്രഹ്മണ്യം ആരെ ശിക്ഷിക്കുക? അപ്പൊ ഈ സൗണ്ട് സിസ്റ്റത്തിന്റെ ആൾക്കാർ ആര് ചെയ്തെന്നാണോ പറയുന്നത്? പിന്നെ ആരെ ചെയ്തേനെ? അതാ നിങ്ങൾ പറഞ്ഞു. ഇപ്പൊ ഞാൻ കമ്മിറ്റിക്കാർക്ക് ഇപ്പൊ എന്റെയാണ് സൗണ്ട്, ഞാൻ ഓക്കെ. ഇത് നിങ്ങൾ നാളെ ചോദിച്ചു നോക്കൂ, 7000 രൂപ കൊടുത്തിട്ടാണ് ഈ സൗണ്ട്. അത് 3 മൈക്ക് വേണം. അവര് നോക്കാതിരുന്നത് അവരുടെ കുഴപ്പമില്ല. പിന്നെ അവരെ കുഴപ്പമില്ലേ? അതല്ലേ ഞാൻ നമുക്ക് ഇടയ്ക്ക് കഴിഞ്ഞിട്ട് പോയിട്ട് പറയാൻ പറ്റുമോ ഇതെങ്ങനെയാണ് ഇവിടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്ന എല്ലാരും കേൾക്കുന്നില്ലേ ഈ പാടുന്നത്? പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? കൊച്ചു 7000 രൂപ കൊടുത്ത് എക്സ്ട്രാ കൊടുത്തു നമ്മളിപ്പോ. പക്ഷെ അമ്പലത്തിന്റെ സംഘാടകർ ഇത് നോക്കി നടത്തണ്ടായിരുന്നു, അതും പറയണം. കാരണം അമ്പലത്തിന്റെ കോർഡിനേറ്റർ ചെയ്യാൻ നിങ്ങൾ പാടാൻ പിടിച്ചു. ഇപ്പൊ കൊച്ചു പാടുന്നതിനകത്ത് ഒരു മിസ്റ്റേക്ക് വന്നു. അമ്പലത്തിന്റെ സംഘാടകർ പാടി ഇരുന്ന് പാടാൻ പറ്റുമോ? ഇപ്പം നിങ്ങൾ പാടാൻ വേണ്ടി ഞങ്ങൾ വിളിക്കുന്നു, നിങ്ങൾ 4 പേര് പാടുന്നൊരു പനി പിടിച്ചു, സൗണ്ട് പുറത്തേക്ക് വരുന്നില്ല. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, സംഘാടകർക്ക് അഡ്ജസ്റ്റ് ചെയ്യണോ വേണോ? എന്റെ കാഴ്ച ഇവരിപ്പോൾ ഇവിടെ പറഞ്ഞത് എന്താ? ഇവരിപ്പോൾ പറഞ്ഞത് എന്ത് വട്ടാ ഇപ്പം ഇവിടെ കിടന്ന് പറഞ്ഞത്? ഞങ്ങൾക്ക് 4 പേരിൽ ഒരാൾക്ക് പനി പിടിച്ചു കഴിഞ്ഞാൽ സംഘാടകർ വന്നിരുന്ന് പാടണമെന്നാണ് ഇപ്പോൾ ഒരു ബന്ധമില്ലാത്ത കാര്യം എടുത്തിടുക. അതായത് അവരുദ്ദേശിച്ചത് മൈക്ക് സെറ്റ് ഇപ്പം ശരിയായിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ സംഘാടകരാണോ അത് ചെയ്യേണ്ടതെന്നാണ് അവർ ഉദ്ദേശിച്ചത്. പിന്നെ സംഘാടകരല്ലാതെ അമ്പലത്തിലെ ഭാരവാഹികളല്ലാതെ പിന്നെ ഞങ്ങളാണോ പോയിട്ട് ചെയ്യേണ്ടത്? ഇപ്പം ഇവർ ഈ പറഞ്ഞതിന്റെ അർത്ഥം അതല്ലേ? പനി പിടിച്ചിരിക്കുമ്പം അമ്പലത്തിലുള്ള ആൾക്കാർ വന്നിരുന്ന് പാടിയാൽ മതിയെന്നാണ്. ഞങ്ങൾക്ക് പനി പിടിച്ചാൽ അവർ പാടണമെന്നാണ് അവർ ഉദ്ദേശിച്ചത്. എന്ത് വട്ടക്ക് ഈ പറയുന്നത്? എന്താ ഒരു ബന്ധമില്ലാത്ത കാര്യം എന്താ ഈ പറയുന്നത്? ഞങ്ങൾക്ക് പനി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഒരാൾക്ക് പനി പിടിച്ചാൽ മറ്റൊരാളവിടെ പാടാനുണ്ട്. ഞങ്ങൾക്കറിയാം അവിടെ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം, നമ്മൾ ഏറ്റെടുത്ത കാര്യമാണ്. അപ്പോൾ ഏറ്റെടുക്കുന്നതിന് മുമ്പേ ഞങ്ങൾ ചിന്തിക്കണ്ടേ ഇവർക്ക് പനി പിടിച്ചാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് നമുക്ക് അവിടെ അത് പാടാൻ പറ്റില്ല. അതങ്ങൾ മുൻകൂട്ടി നമ്മളത് ചിന്തിക്കും. അപ്പം ഇവർ പറഞ്ഞു വരുന്നത് ഇവരുടെ ഭാഗത്ത് ഒരു തെറ്റും ഇല്ലാന്ന്, അതായത് അമ്പലത്തിലെ ഭാരവാഹികളുടെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റും പറ്റിയിട്ടില്ലെന്ന്. പിന്നെ ഇത് എന്തൊരു കോർഡിനേഷൻ ഇല്ലാത്ത ഒരു എന്ത് പൊട്ട കമ്മിറ്റിയാണ് അമ്പലത്തിലുള്ളത്? എന്താണ് പിന്നെ അമ്പല കമ്മിറ്റിക്കാരല്ലേ ഇവര് സ്പീക്കറും മൈക്കിന്റെയും കാര്യമൊക്കെ സെറ്റാക്കിയത്? എന്നിട്ട് നമ്മളോടാണ് പറയുന്നത് നിങ്ങൾ നോക്കണമായിരുന്നു. ഒരു കാര്യം ചെയ്യാം, ഞങ്ങളെല്ലാവരും അമ്പലത്തിലെ സംഘാടകരായിട്ട് മുതലങ്ങിരിക്കാം.
അല്ല ഞാൻ പറയണല്ലേ, നിങ്ങൾക്ക് പാടാൻ പിടിച്ചാൽ നിങ്ങൾ കൃത്യമായിട്ട് പാടണമെന്ന് പറയാൻ പറ്റുമോ? അതേപോലെ മൈക്കാർ വിളിച്ചു. ഇപ്പോൾ പൈസ നാളെ നിങ്ങൾ നോക്കി, ഞാൻ നുണ പറയുന്നില്ല, ഇവിടെ നിന്ന് പറഞ്ഞില്ലേ 7000 രൂപ പൈസ വൗച്ചർ ഒപ്പിട്ട് പോയി. പൈസ ഞങ്ങൾ 7000 പോയി. നിങ്ങളുടെ പരാതിയും പരിവട്ടം ഞങ്ങൾ കേൾക്കണോ? 41 നമുക്ക് കിട്ടിയ അനുഭവം അതുകൊണ്ട് സംഘാടകർ പക്ഷെ നോക്കേണ്ടതായിരുന്നു. സംഘാടകർ പക്ഷെ നോക്കേണ്ടതായിരുന്നു. അല്ല, നമ്മളൊരു കാര്യം വെറുതെ പേരിന് വെറുതെ ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല. വെറുതെ പേരിന് ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല. ഭജന അപ്പൊ കൊളായിട്ട് കേൾക്കണമെന്നായിരുന്നോ എല്ലാവരും? സിബിലേട്ടാ എന്നാ എന്തോരം ആൾക്കാരുണ്ടായിരുന്നു. ആ രാമരാമ, ഞാൻ രാമരാമെന്ന് വെച്ചപ്പോ നോക്കുമ്പോ തൊട്ട് ബൈക്കിന് വെച്ചില്ല. പിന്നെ ആൾക്കാരൊക്കെ ഇരിക്കോടെ എല്ലാരും എന്നിട്ട് പോയി. നമ്മുടെ ആൾക്കാരൊക്കെ നമ്മളൊന്ന് ഇരുത്തണമെങ്കിൽ ഇതിപ്പോ ഞാൻ നിങ്ങളുടെ പരിപാടി ആയതുകൊണ്ട് വേറെ ആരെയും വിളിച്ചില്ല. 7000 രൂപയും കൊടുത്ത് സൗണ്ടും വെച്ച് അവസാനം സ്ഥിതി ചെയ്താ എന്തോ പൈസ 7000 രൂപയും കൂടെ അമ്പലത്തിൽ നിന്ന് പോയിട്ടിരിക്കാം. അത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ പറയുമ്പോൾ അവര് നമ്മുടെ സൗണ്ട് ഇങ്ങനെ ഇതാക്കിയത് പറഞ്ഞത് ഒരു തെറ്റില്ല. അപ്പൊ നിങ്ങൾ വെറുതെ അല്ല, നിങ്ങളുടെ ഈ പരിപാടി നന്നാക്കാൻ വേണ്ടിട്ട് കൈ നിന്ന ദിവസം 7000 രൂപ കൊടുക്കും. അത് കിട്ടും 3 മൈക്ക്. ഞാൻ നുണ പറഞ്ഞില്ല, എന്തിനാ എനിക്ക് അമ്പലത്തിൽ 3 മൈക്കാ പറഞ്ഞു. എന്നിട്ട് 2 മൈക്ക് കൊണ്ട് കുത്തി മൈക്ക് കണ്ടപ്പോ തന്നെ വിളിച്ച് ചോദിക്കണ്ടേ എന്തേ? അതന്നെ, അത് അമ്പലത്തിലുള്ളവരല്ലേ നോക്കേണ്ടത്, നമ്മളെന്താ ചെയ്യണ്ടേ? ഇവിടെ ഇല്ല, ഉണ്ണിക്കൂട്ടനെ ഇവിടെ ഇല്ല, പണിക്കാര ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ മറ്റേ ജീപ്പ് ആരും ഇവിടെ ഇല്ല. അയാൾക്ക് അറിയത്തില്ല, അയാൾക്ക് അറിയാൻ പറ്റുമോ? 2 മൈക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. പറയണേ ഞങ്ങൾ നിങ്ങൾക്ക് പൈസ തരുന്നേ, ഇത് ചെയ്യേണ്ടതെന്ന്. അതെന്താ പൈസ കൊടുക്കണ്ട, നിങ്ങളെ വിളിച്ചിട്ട് കൊടുക്കുള്ളൂ. ഇതിപ്പോ എന്നാ ഒരു കാര്യം ചെയ്യാം, നമുക്ക് അമ്പല സംഘാടകരെ നിൽക്കാം. അതായത് നല്ലത്. ഞങ്ങള് കയറി ഇടപെടണം ഇനി എല്ലാത്തിനും. ചേട്ടാ പോട്ടെ കേട്ടോ, ടാറ്റാ. എന്റെ ഗായ്സേ, അങ്ങനെ ടോർച്ച് ഒന്ന് ലൈറ്റ് മുഖത്തേക്ക് വിളിച്ച് ഈ എന്റെ ബാഗിൽ നിന്ന് ഫോൺ എടുക്ക്, എന്റെ ബാഗിൽ നിന്ന് ഫോൺ എടുക്ക്, എന്റെ ബാഗിൽ നിന്ന് ഫോൺ എടുത്ത് എന്റെ മുഖത്തേക്ക് വിളിച്ചേ കുറച്ച് കാര്യങ്ങൾ. ഇനിയിപ്പോ സൗണ്ട് സിസ്റ്ററോട് ചോദിച്ചാൽ അവര് പറയും ഇല്ല എല്ലാം ചെയ്ത അമ്പലക്കാരാന്ന് പറയും. അങ്ങനെയാണ് ഇവര് പറയുന്നത്. എന്റെ ഗായ്സ്, ഇത് എന്താ സത്യാവസ്ഥ നമുക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ എന്തിടയ്ക്ക് പോയിട്ട് പറയണോ ഇത് സൗണ്ട് എങ്ങനെയാണ്? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇവരെന്താ ഇങ്ങനെ പൊട്ടം കളിക്കുന്നത്? അമ്പലത്തിലെ സംഘാടകരല്ലേ ഇത് നോക്കി നടത്തേണ്ടത്? അല്ലാതെ ഭജന പാടുന്ന ഞങ്ങളാണോ? മൈക്കിന്റെ സൗണ്ട് എവിടെ, സ്പീക്കർ എവിടെ സെറ്റ് ചെയ്ത്? ഇപ്പൊ പറയുന്നത് തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല, സംഘാടകരാരും ഇല്ലാന്ന്. എന്നാൽ ഇപ്പം അവര് പ്രസിഡന്റ് ആവണ്ടേ? അതെ, നമ്മളെങ്ങനെ പറയാനാ? ഭജന വന്ന് പാടുന്ന നമ്മള് എങ്ങനെ പറയാനാ? എന്നാ പിന്നെ ഇടയ്ക്ക് നമ്മൾ പറഞ്ഞു, പിന്നെ അവരെന്താ പോയിട്ട് കാണിച്ചത്? 3 മൈക്കുണ്ടെന്ന് പറഞ്ഞു, 2 മൈക്കോളെന്ന് പറഞ്ഞു. എന്താ എല്ലാവർക്കും തലയ്ക്ക് പറ്റുന്നത്? ഈ ഷോപ്പറൊന്ന് പിടിച്ചേ, എനിക്ക് മനസ്സിലാവുന്നില്ല ഗായ്സ്. എന്തൊക്കെയാണ്, ആരൊക്കെ എന്തൊക്കെയാ പറഞ്ഞത്, നമുക്ക് ഒരു ഐഡിയ കിട്ടുന്നില്ല അല്ലേ ബാബാറ്റി? പറ്റിന മുതലായിട്ട് വിളിക്കേ. ആന്നേ, എനിക്ക് ദേഷ്യം വരുവാന്നേ. നല്ലത് എന്താ പറയാ, ഒരു കോർഡിനേഷൻ ഇല്ല. ഞാൻ ഉള്ള കാര്യം പറയാലോ, ഒരു കോർഡിനേഷൻ ഇല്ല, ഒരു ഉത്തരവാദിത്വമില്ല. കാര്യങ്ങൾ എങ്ങനെയെങ്കിലൊക്കെ പേരിന് എങ്ങനെയെങ്കിലൊക്കെ നടന്നാൽ മതി എന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് ഇത്രയും കാര്യത്തിൽ നിന്ന് മനസ്സിലായത്. അമ്മയ്ക്ക് എന്താ മനസ്സിലായത്? അമ്മ, എനിക്ക് മനസ്സിലായ കാര്യം ഇതാ അമ്മ. അതല്ലേ പറഞ്ഞു, അവര് പറഞ്ഞില്ലേ കമ്മിറ്റിക്കാര് കൂടിയിട്ടില്ല, അവർക്ക് ഓടി നടക്കാൻ ആകെ അവര് മാത്രമേ ഉള്ളൂന്ന്. അപ്പൊ അവരോട് പറയാത്ത കാരണമാണല്ലോ പറഞ്ഞത്. പിന്നെ അവർക്ക് അതാ ഞാൻ ചോദിച്ചത്, ഒരു കാര്യം ഞങ്ങൾ കമ്മിറ്റിക്കാരായിട്ട് ഞങ്ങൾ ഇരിക്കണോ? സൗണ്ടിന്റെ ശരിക്കുള്ള ആൾക്കാർ അവിടെ ഇല്ലാന്ന്, വേറെ ആരെയോ നിർത്തിയ. അങ്ങനെയാണെങ്കിൽ 2 മൈക്ക് കാണുമ്പോ തന്നെ ബോധമുള്ളവരാണെങ്കിൽ അപ്പൊ ഇവരെന്താ ഇത്രയും പൊട്ടന്മാരാണോ? അത് തന്നെ, ഇതിപ്പം യുവപ്രതിഭേന്റെ ആൾക്കാർ വന്നപ്പം അവരുടെ ആൾക്കാർ വന്നപ്പോ ഇവർക്ക് 9, 10, 20 മൈക്ക് കൊണ്ട് വെച്ചാലോ. അതങ്ങനെയല്ല, അത് ഭജന നടത്തുന്നവര് പിന്നെ അവരെ കൊണ്ടുവരുന്നതാണ്, പൈസയും കൊടുത്ത് മൈക്കും കൊടുത്ത് കൊണ്ടുവരുന്നയാന്ന്. പക്ഷെ ഇന്നാളിങ്ങനെയല്ലല്ലോ പറഞ്ഞത്. ഇനി ഞങ്ങൾ അവരെ വിളിക്കുന്നില്ല എന്നല്ലേ അതന്നെ. അപ്പൊ അതിന്റെ ഇവരെന്തൊക്കെയാ പറഞ്ഞ് എന്തൊക്കെയാ ചെയ്യുന്നത് ഇവർക്ക് തന്നെ ഒരു വെളിവില്ല. അതാണ് ഇപ്പൊ നമുക്ക് ആക്ച്വലി മനസ്സിലായ കാര്യം. നമുക്കും കൂടെ പ്രാന്താവും. കാരണം ഇവരെന്നിട്ട് പൊട്ടം കളിക്കുന്ന നമ്മുടെ മുമ്പിൽ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മുമ്പ് വേറെ പറയും, ന്യായീകരിക്കുകയാണല്ലേ. ഇല്ലാത്ത ന്യായം ഉണ്ടാക്കിയിട്ട് പറയാൻ ന്യായം അല്ലേ വിളിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം, നമുക്കൊന്ന് പാട്ട് പാടാൻ മൈക്ക് തരാത്ത കാരണമാണ് അവർ പറഞ്ഞതെന്ന് തോന്നുന്നു. അവര് വന്നായിരുന്നെങ്കിൽ, അവരിന്ന് സപ്പോസ് വന്നായിരുന്നെങ്കിൽ ഇന്ന് എന്തായെന്നറിയോ? ഇന്ന് എന്തായെന്ന് അമ്മയ്ക്ക് അറിയോ? എന്നാ സംഗീതോത്സവം, ഗാനമേള അല്ല, അതിൽ അപ്പുറത്തെ മേള എന്താ നടന്നത്? നാടകവും എല്ലാം കൂടി കഥാപ്രസംഗം നടക്കാൻ കൂടിയത്. കലാകേന്ദ്രമായേനെ. അതന്നെ, അങ്ങനെ നടന്നിട്ടുണ്ടായേനെ.
എൻ്റെ ഗായ്സേ എന്താ പറയണ്ടത്, നിങ്ങളിപ്പോൾ ക്ലിപ്സ് എല്ലാം നിങ്ങൾ കണ്ടല്ലോ കേട്ടല്ലോ, നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പറയേ. നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിലെ നമ്മുടെ അമ്പലത്തിൽ നമ്മൾ പാടാൻ ചെല്ലുമ്പം നമ്മളെ നേരെ മാത്രം എന്താ ഇങ്ങനെയെന്ന് മനസ്സിലായി. ഇപ്പം നമ്മൾ പുറത്തുനിന്ന് ഒരു ടീമായിട്ട് വരുമെന്ന് ഓർക്ക് നമ്മൾ തലയിൽ വെച്ചേ കേട്ടോ. അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട്. പ്രോഗ്രാംസ് ഒക്കെ ചെയ്യാൻ പോകുമ്പോൾ തന്നെ അറിയത്തില്ലേ നമ്മളെ തലയിൽ വെച്ചോളൂ. ഇപ്പം നമ്മുടെ നാട്ടിലുള്ളവരായതുകൊണ്ട് ഇവർക്ക് ഒരു വിലയില്ല നമ്മളെ. നമുക്ക് മനസ്സിലായ കാര്യം അതാ. അതിന് തൊട്ടടുത്ത് ഇപ്പൊ ഒരു ടീമായിട്ട് ആരെങ്കിലും വരുവാണെങ്കിൽ ആൾക്കാർ വരുമ്പോ മനസ്സിലാവില്ല വന്നാൽ മതിയായിരുന്നു. എന്നാ പിന്നെ മര്യാദക്ക് ഭജനയെങ്കിലും നടന്നു. ചെണ്ടയല്ലോ തബലയും ഹാർമോണിയൊക്കെ ആയിട്ട് ഭജന നന്നായിട്ട് നടന്നേ. ഇപ്പൊ നോക്ക് 41 വന്ന ആൾക്കാരൊക്കെ പകുതി ആയപ്പോഴേക്കും അവരുടെ വഴിക്ക് പോയി. ഫസ്റ്റത്തെ സോങ് ഗണപതിയുടെ പാട്ട് എല്ലാരും പോയി. ഇവര് പറഞ്ഞിട്ടില്ലേ 3 മൈക്കുണ്ടായിരുന്നു, സൗണ്ട് സിസ്റ്റംകാര് വെച്ചില്ല, അമ്പല കമ്മിറ്റിക്കാർക്ക് ഇറങ്ങി നോക്കാൻ പറ്റില്ല. എന്തൊക്കെ ന്യായങ്ങളാണ് ഇവരൊക്കെ. അവര് സംസാരിച്ചോണ്ട് അങ്ങോട്ട് നടക്കുന്ന കണ്ടല്ലോ. അയ്യോ സംശയല്ലേ. സ്പീക്കർ ഫ്രണ്ടിൽ ഞാൻ പുറത്തു കൂടി ഓടി നടക്കുമായിരുന്നു. ഞാൻ പറഞ്ഞറിയോ, സാധാരണ ദിവസം അമ്പലത്തിൽ വെക്കുന്ന മൈക്ക് മതിയായിരുന്നു. അതാണെങ്കിൽ ഇതിൽ ദിവസത്തെ ഉള്ളതിനെക്കാട്ടും കഷ്ടമല്ലായിരുന്നു ഇന്ന്. 2 സ്പീക്കർ വെച്ചതാ. എന്തായിരുന്നു ഒച്ചയുണ്ടായിരുന്നു. പാട്ട് മര്യാദക്ക് ഇപ്പൊ ഗാനമേളയ്ക്കാണ് നമ്മൾ എവിടെയെങ്കിലും പോയിരുന്നു കഴിഞ്ഞാൽ പാട്ട് മര്യാദക്ക് കേട്ടാലല്ലേ നമുക്ക് അവിടെ ഇരിക്കാൻ തോന്നുള്ളൂ. ഇൻട്രസ്റ്റ് ഇല്ലാതെ നമ്മൾ എങ്ങനെ ഇരിക്കും? ഓഡിയൻസിന് നമുക്ക് കുറ്റം പറയാൻ ഒരിക്കലും നമുക്ക് പറ്റില്ല. നന്നായി മമ്മേ. പാടിയില്ലേ. എന്തുകൊണ്ടെന്നറിയോ, നമ്മൾ ആയതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ ആയത് മമ്മേ. വേറുള്ളവരെങ്ങാനും ആയിരുന്നെങ്കിൽ വൻ സെറ്റപ്പിലാക്കി വെച്ചേനെ ഇവരെല്ലാരും കൂടി. അവർക്കങ്ങനെ പറ്റില്ലുണ്ടോ? അവരത് പറ്റിക്കും. അവർ എത്ര എന്തൊക്കെ ചെയ്താലുണ്ടല്ലോ, വേറുള്ളവരാണ് അവരെ ഉറപ്പായിട്ട് മൈക്കും സ്പീക്കറും എന്തൊക്കെ കൊണ്ടുവരാൻ പറ്റും അതൊക്കെ ഒരു 40 കൊണ്ടുവരുന്നു. നമ്മളായതുകൊണ്ട് മാത്രം നമുക്കൊരു വാല്യൂ ഇല്ല, ഒരു തലയില്ല, ഒരു സത്യം പറഞ്ഞുണ്ടല്ലോ. എന്താ പറയാ, അമ്പലത്തിലെ സംഘാടകർ ശരിയല്ല, കമ്മിറ്റിക്കാർ ശരിയല്ല, അമ്പലത്തിലെ ആരും ശരിയല്ല. എനിക്കതാ മനസ്സിലായിട്ടുള്ളത്. ഇതിൽ കൂടുതൽ എനിക്ക് എന്താ പറയാ, ഒരു കോർഡിനേഷൻ ഇല്ല. എങ്ങനെയും എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റി ഇല്ല, കോർഡിനേഷൻ ഇല്ല, ഒരു തലയില്ല അല്ലേ മമ്മേ. ഒരു അമ്പലം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് അതിൻ്റെതായ തെരഞ്ഞെടുപ്പ് നടത്തുന്നോടം വരെ ഒരാളുണ്ടല്ലോ. ഇനി ആള് ജയിക്കണമെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്താലല്ലേ. അതുവരെയും സെക്രട്ടറിയും പ്രസിഡന്റും വരെ ഉണ്ട്. നമ്മൾ ആ സ്ഥാനം പോകുന്നതിന് 10 മിനിറ്റ് മുമ്പ് വരെ നമ്മൾ ആ സ്ഥാനത്താ. അതന്നെ, അതിന്റേതായ ഉത്തരവാദിത്തങ്ങൾ നമുക്കുണ്ട്. ഞങ്ങൾ കയറി ഇറങ്ങി എന്തെങ്കിലും ചെയ്യണമെന്ന് നമ്മൾ ആരുമല്ല, നമ്മൾ പാടാൻ വന്നു. അത് തന്നെ. ഇതിപ്പോ സെക്രട്ടറി പ്രസിഡന്റ് നമ്മളാവേണ്ട അവസ്ഥയായി പോയി അവിടെ നിന്നപ്പോ. എനിക്ക് അങ്ങനെ തോന്നി. നമ്മള് പോയിട്ട് അവരോട് ചോദ്യം ചെയ്യണമെന്ന് പറയാൻ എനിക്ക് തോന്നി. നമ്മളാണ് ഇതൊക്കെ നടത്തേണ്ടത്. വേറെ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ ഓടി വന്ന് പറയല്ലോ, ഞാനാ പ്രസിഡന്റ്, ഞാനാ സെക്രട്ടറി, ഞങ്ങളുടെ അന്ന് തന്നെ മറ്റേ മഹായജ്ഞത്തിന്റെ എതിർട്ടപ്പോഴേക്കും പ്രസിഡന്റാന്ന് പറയുന്നില്ലേ എന്നോട് ചോദിച്ചത്. അതന്നെ അപ്പൊ വർത്താനം തന്നെ. അപ്പൊ ഇപ്പൊ നോക്ക് അവരാരും അമ്പലത്തിന്റെ ആരും അല്ലാത്ത രീതിയിലാണ് ഇപ്പൊ പറയുന്നത്. എന്തറിയോ, അതെന്താന്നറിയോ, ഇങ്ങനത്തെ പ്രശ്നം വന്നുകൊണ്ട് എല്ലാരും തടി തപ്പി ഒഴുകുന്നതാണ്. മനസ്സിലായില്ല അല്ലേ മമ്മേ? എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഇതൊക്കെയാ. കൊടുത്തു എന്നല്ല, കൊടുക്കാൻ പോകുന്നു എന്നാണ് പറഞ്ഞത്. നാളെ കൊടുക്കും എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നമ്മളെ സമാധാനിപ്പിക്കാൻ വേണ്ടി ആണോ എന്ന് എനിക്കറിയത്തില്ല, കൊടുക്കുന്നില്ല എന്നവര് പറയുന്നു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നമ്മളെ വിളിപ്പിക്കാന്നോ അങ്ങനെ എന്തോ. എന്തിനാ നമ്മളെ കൊണ്ട് അവരെ വിളിപ്പിക്കുന്ന? എന്തിനാ? നമുക്ക് ആരോടും ഒരു പരാതിയില്ല, നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിനെപ്പറ്റി കൂടുതൽ പറഞ്ഞ് എന്തിനാ പ്രശ്നം നമ്മൾ വഷളാക്കേണ്ട കാര്യം എന്താ? അമ്പലത്തിലെ സംഘാടകരാണ് ഇത് നോക്കി നടത്തി എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്. ഇപ്പൊ അവരെ ഒപ്പിച്ചെന്ന് പറഞ്ഞാൽ അവരോട് ഡയറക്റ്റ് ചോദിച്ചേനെ, ഇത് അത് നമ്മളെ ഭജന പാടാൻ വരുന്നവരാണോ സൗണ്ട് എങ്ങനെയാ മറ്റേതാണോ മറിച്ചതാണോ നോക്കേണ്ടത്? നമ്മൾ പറഞ്ഞു, എന്നിട്ട് നമ്മൾ പറഞ്ഞു നമുക്കെന്താ ഭജന പാടുക അത്ര മാത്രമുള്ള ചെക്ക് ചെയ്യേണ്ട ആവശ്യം പോലും നമുക്കില്ല. പക്ഷെ നമ്മൾ പാട്ട് പാടുമ്പോ നമുക്ക് ചെക്ക് ചെയ്യാം നമുക്ക്. പക്ഷെ നമ്മൾ ചെക്ക് ചെയ്ത് നമ്മൾ പറഞ്ഞു. മൈക്കിൽ ടച്ച് ചെയ്യുമ്പോ സൗണ്ട് ഉണ്ട്, പാടുമ്പോ നമ്മള് സ്ട്രെയിൻ ചെയ്യണം. സൗണ്ട് തൊണ്ടയെടുത്ത് മൈക്ക് വെക്കേണ്ട അവസ്ഥയാണ്. എന്താണ് അത് എന്താ അറിയോ, സ്വന്തം നാട്ടിലുള്ളവരെ വിലയില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അങ്ങനെ പ്രശ്നമായി എന്ന് അറിഞ്ഞപ്പോഴേക്കും എല്ലാരും കൂടി തടി തപ്പി അമ്പലത്തിൽ ആരും അല്ലാത്ത രീതിയിൽ അവരായിരിക്കുന്നു. എന്തെങ്കിലും വലിയ ഗെയിം ആ അമ്പലത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ സെക്രട്ടറി എന്നെ പറയുന്നില്ല, അയ്യോ ഞാനുണ്ട് ഇവിടെ അല്ലേ? അല്ല, അങ്ങനെയാണ്. ഇനി കൂടുതൽ പറഞ്ഞ എന്റെ വായിന്ന് പലതും വന്നു പോകും. അതുകൊണ്ട് ഞാൻ പലതും പറയുന്നില്ല. കാരണം നമ്മുടെ വായിൽ സരസ്വതിയാണ് വരേണ്ടത്. അതുകൊണ്ട് ഇത്രയും നമ്മള് മാന്യമായ രീതിയിൽ തന്നെയാണ് അവരോട് സംസാരിച്ചതും. പിന്നെ പറയേണ്ട കാര്യങ്ങൾ എവിടെയായാലും നമ്മൾ പറയണം.
അതെനിക്ക് കുറെ അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്. 9ഉം 10ഉം മൈക്കുള്ള ഡേയ്സ് ഒക്കെ അവർ അങ്ങനെ പറഞ്ഞു. ആ അതിന്റെ ഇടയ്ക്ക് സാധാ ഡേയ്സിലും ഈ പറഞ്ഞ ടീംസ് വന്നിട്ടുണ്ട്. അന്നും ഉണ്ടായിരുന്നു നല്ല മൈക്കും കാര്യങ്ങളും ഒക്കെ. മാത്രമാണ് പൊട്ടമൈക്ക് കൊണ്ടുവച്ചേക്കുന്നത്. എന്നിട്ട് എല്ലാ കുറ്റവും കൂടി വെച്ച് കൊടുത്തേക്കുന്ന സൗണ്ട് സിസ്റ്റത്തിന്റെ ആൾക്കാരുടെ തലയിലേക്ക്. അവരിങ്ങനെ ചെയ്തോന്ന് നമുക്ക് അറിയത്തില്ല. അതന്നെ, അതുകൊണ്ട് അവരെ നമുക്ക് എന്താ കാർഡടച്ച് അല്ലേ മമ്മേ? അമ്മേന്റെ അഭിപ്രായം അമ്മ അവര് പറയുന്നതല്ലേ അങ്ങനെയാന്ന്. അവര് പറയുന്നുണ്ട്. അവര് നുണ പറയോ എനിക്കറിയത്തില്ല. എനിക്കറിയാൻ മേല മമ്മ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഇവരൊക്കെ എന്തൊക്കെയാ കാണിക്കുന്നതെന്നല്ലേ. ഒരു നിലപാടില്ല, ഒരു കോർഡിനേഷൻ ഇല്ല, ഒരു അച്ചടക്കമില്ല, ഒരു തലയില്ല. അതാ ഇപ്പൊ നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ എന്നാ ഇവരതൊക്കെ പഠിക്കുക ലേവാ പറ്റേ. ഒരിക്കലും പഠിക്കില്ല. അത് തന്നെ എന്താ പറയാ, ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് അമ്പലത്തിലേക്ക് സത്യം പറഞ്ഞാൽ പോകാൻ പോലും നമുക്ക് തോന്നില്ല ഇങ്ങനെയൊക്കെ കാണിക്കുന്ന കാണുമ്പോൾ അല്ലേ. ഇത്ര നാളും 41 ദിവസം ഭജന പാടിയവരാന്നുള്ള ഒരു വാല്യൂ പോലും നമുക്ക് തരുന്നില്ല. നമ്മൾ ഒരു ദിവസം പോലും മുടക്കാതെ കഷ്ടപ്പെട്ടു പോയി ദൈവത്തിന് മുമ്പിലിരുന്ന് പാടി. എന്താ പറയാ അല്ലേ, ദൈവം കാണുന്നുണ്ടോ വിചാരിച്ചല്ല. എല്ലാം ഞാൻ ഒറ്റ കാര്യം ഞാൻ പറയുന്നുള്ളൂ, എല്ലാം അവിടെ നമ്മുടെ ശ്രീനാരായണ ഷൺമുഖ ക്ഷേത്രം കോളരി അമ്പലത്തിൽ നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമി എല്ലാം കണ്ടുകൊണ്ടാണ് ദൈവം ഇരിക്കുന്നത്. ഇതിന് ഇവര് ഇന്ന് അന്യായങ്ങളൊന്നും ദൈവം കാണുന്നില്ലെന്നാ വിചാരം. അപ്പൊ ഇതിനൊക്കെ ഉള്ളത് ആര് ചോദിച്ചോളും? ദൈവം ചോദിച്ചോളും. അത്രയാണ് നമുക്ക് പറയാനുള്ളത് അല്ലേ അവർക്ക് എന്താ പറയാനുള്ളത്? എനിക്ക് അത്രയും എന്റെ പറയാനുള്ളത്, കൂടുതലൊന്നും ഇല്ല എനിക്ക്. അപ്പൊ എല്ലാം നമ്മുടെ നാവിന് ചീത്തയായി പോകും. അതന്നെ, അതുകൊണ്ട് ഇനി ഞങ്ങൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. എല്ലാം ദൈവം അവരോട് ചോദിക്കട്ടെ.